നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലങ്കോട് കോളേജ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺ സുഹൃത്തിനെതിരെ കുടുംബത്തിന്റെ പരാതിയും തെളിവും പുറത്തുവരികയാണ്. വാട്സ്ആപ്പ് ചാറ്റ് അടക്കമാണ് കുടുംബം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കൊല്ലങ്കോട് അടയ്ക്കപ്പാറ സ്വദേശിനി ഗ്രീഷ്മയുടെ മരണത്തിലാണ് കുടുംബം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആൺ സുഹൃത്ത് ബന്ധത്തിൽ നിന്ന് പിന്മാറി കബളിപ്പിച്ചതിനാലാണ് ഗ്രീഷ്മ ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗ്രീഷ്മയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയം വീട്ടുകാരെല്ലാം തന്നെ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി പോയിരിക്കുകയായിരുന്നു. ഇവർ വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് ഗ്രീഷ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലങ്കോട് പൈലൂർമുക്ക സ്വദേശിയായ ആൺ സുഹൃത്തുമായി ഗ്രീഷ്മ ഏറെ നാളായി അടുപ്പത്തിലായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നുവെന്നും തുടർന്നാണ് യുവാവിന് സൈന്യത്തിൽ ജോലി ലഭിച്ചതുമെന്നും പറയുന്നു. എന്നാൽ ജോലി ലഭിച്ചതിന് പിന്നാലെ സൈനികനായതിന് പിന്നാലെ ഇയാൾ ഗ്രീഷ്മയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും കുടുംബം ആരോപിച്ചു. സൈന്യത്തിൽ ജോലി ലഭിച്ച ശേഷം ഗ്രീഷ്മയുടെ ഫോൺ എടുക്കാനോ മെസ്സേജുകൾ മറുപടി നൽകുവാനോ യുവാവ് കൂട്ടാക്കിയില്ല എന്നാണ് പരാതി. ജീവനൊടുക്കുന്നതിന് തലേ ദിവസം ഗ്രീഷ്മ ഇത് സംബന്ധിച്ച കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പരാതി അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തുടർന്ന് പോലീസ് പരാതി സ്വീകരിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് പിറ്റേ ദിവസം ഗ്രീഷ്മ ജീവനൊടുക്കിയത്. സഹോദരിയെ ആൺ സുഹൃത്ത് പറഞ്ഞു പറ്റിക്കുകയായിരുന്നുവെന്നാണ് ഗ്രീഷ്മയുടെ സഹോദരനും ആരോപിക്കുന്നത്. പെങ്ങൾക്ക് നീതി കിട്ടണം, പെങ്ങളെ പറഞ്ഞു പറ്റിച്ചു, അവന് ജോലി കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവളാണെന്നും അവൻ ഈ ജോലിയിൽ നിൽക്കാൻ അർഹനല്ല എന്നും സഹോദരൻ പറയുകയാണ്. എന്തായാലും ഒരു സൈനികനായി ജോലി ലഭിക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളം ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. അതിൽ ഒക്കെ തന്നെ ഈ ട്രെയിനിങ്ങിന്റെ ഇടയിൽ സമയം ലഭിച്ചിട്ടില്ലേ, ഇനി ഈ സന്ദേശങ്ങൾക്ക് തിരിച്ചു മറുപടി നൽകാൻ സമയം ലഭിച്ചിട്ടില്ലേ എന്നൊന്നും അറിയില്ല. എന്തായാലും ഈ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സൈനികനായി നിൽക്കാൻ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ചുരുളറിയാത്ത പല തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ 18, 19, 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യക്ക് തുനിഞ്ഞിറങ്ങുന്നതും അത് നടക്കുന്നതും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഉള്ള വാർത്തകളായി മാറുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ഭാവിയും ജീവിതവും ഒക്കെ സ്വപ്നം കാണുന്ന കുടുംബാംഗങ്ങളെ കുറിച്ച് കൂടി ഒന്ന് ഓർക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് വ്യക്തമാവുകയാണ്. ഇത് നമുക്കിടയിൽ ഇനിയും പെൺമക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആൺ സുഹൃത്തുക്കളുള്ള പെൺമക്കളുണ്ട്. പക്ഷേ ജീവിതം ഇവിടെ ഒന്നും അവസാനിക്കുന്നില്ല എന്ന് എല്ലാവരും അറിയേണ്ട ഒരു സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. നമ്മുടെ സമൂഹം അത്തരത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഈ ഒരു കുടുംബം, ഈ പെൺകുട്ടിയുടെ ഗ്രീഷ്മയുടെ സഹോദരൻ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്, പരാതിയുമായി എത്തുകയാണ്. ഇനി എന്തായാലും ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് സൈന്യത്തിലേക്ക് അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് കൂടി കാര്യങ്ങൾ തിരക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്.